അള്ളാഹിനോട് ചോദിച്ചോളാൻ പറഞ്ഞ സമയങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒരു സമയമാണ് എല്ലാ ദിവസവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, യൻസിലു റബ്ബുനാ തബാറക വ തആല കുല്ല ലൈലത്തിൻ ഇല സമാഇ ദുനിയാ. എല്ലാ രാത്രിയിലും നമ്മോടടുത്ത ആകാശത്തിലേക്ക് നമ്മുടെ റബ്ബ് ഇറങ്ങി വരുന്നുണ്ട്. എല്ലാ രാത്രിയിലും നമ്മോടടുത്ത ആകാശത്തിലേക്ക് അള്ളാഹു ഇറങ്ങുന്നു. എപ്പോൾ? ഹീന യബ്ഖാ സുലുസുൽ ലൈലിൽ ആഖിർ, രാത്രിയുടെ 2/3 കഴിഞ്ഞ് 1/3 ബാക്കിയാകുന്ന നേരത്ത്. അപ്പൊ ആ സമയം നമ്മൾ മനസ്സിലാക്കണം. 2/3 കഴിഞ്ഞ് ഒരു ഭാഗം ബാക്കിയാകുമ്പോ രാത്രി എങ്ങനെ നമ്മൾ കണക്കാക്കുക? അപ്പോ 6 മണിക്ക് സൂര്യൻ അസ്തമിക്കുന്നു, 6 മണിക്ക് സൂര്യൻ ഉദിക്കുകയും സുബഹിയാവുകയും ചെയ്യുന്നു എങ്കിൽ 12 മണിക്കൂർ അവിടെ കിട്ടി. 12 മണിക്കൂർ രാത്രിയായി. ഞാൻ കണക്കാക്കാൻ വേണ്ടി പറയണം. അതിനെ നമ്മൾ 3 ഭാഗിക്കണം. അപ്പൊ 4 മണിക്കൂർ വീതം വരും, 3 എണ്ണം. 3 4 12 മണിക്കൂർ. ഇതിൽ ആദ്യത്തെ 8 മണിക്കൂർ കഴിഞ്ഞാൽ ബാക്കിയുള്ള സമയമാണ് റബ്ബ് പ്രത്യേകമായി ഓഫർ ചെയ്തിട്ടുള്ള നേരം. അതായത് രാവിന്റെ അവസാന സമയങ്ങൾ, അന്ത്യയാമങ്ങൾ. ആ അവസാന സമയങ്ങളിലാണ് കൂടുതൽ ദുആക്ക് ഇജാബത്തുള്ളത്. ആ സമയത്ത് എഴുന്നേൽക്കുക. അഥവാ സുബഹിയുടെ മുമ്പ് നമുക്ക് എത്ര മുമ്പ് എഴുന്നേൽക്കാൻ കഴിയോ അത്രയും മുമ്പ് എഴുന്നേൽക്കുക. 10 മിനിറ്റ് മുമ്പ് എഴുന്നേറ്റിട്ട് ദുആ ചെയ്യാൻ കഴിയോ എങ്കിൽ അങ്ങനെ, അരമണിക്കൂർ കഴിയോ, 1 മണിക്കൂർ, എങ്ങനെയാണോ എഴുന്നേറ്റ് ആ സമയത്ത് അതിന്റെ പ്രത്യേകത എന്താണ്? ആ നേരത്ത് റബ്ബ് പറയുന്നുണ്ട്, മൻ യദ്ഊനി, ആരുണ്ട് എന്നോട് ദുആ ചെയ്യാൻ, ഫഅസ്തജീബു ലഹു, ഞാൻ ഉത്തരം തരാം. കണ്ടോ, എന്നോട് ദുആ ചെയ്യാൻ ആരാ ഉള്ളത്? ഞാൻ ഉത്തരം തരാം എന്ന് പറയുന്ന നേരമാണ് സുബഹിയോടടുത്ത സമയം. മൻ യസ്അലുനി ഫഉതി, ആരുണ്ട് എന്നോട് ആവശ്യങ്ങൾ വീട്ടിത്തരാൻ വേണ്ടി ചോദിക്കാൻ, ഞാൻ അവന്റെ ആവശ്യങ്ങൾ നിവർത്തിച്ചു കൊടുക്കാം. മൻ യസ്തഗ്ഫിറുനി, ആരുണ്ട് എന്നോട് പൊറുക്കലിനെ തേടാൻ, അല്ലാഹ് പുറത്തു തരണേ എന്നോട് ആരുണ്ട് ചോദിക്കാൻ, ഫഅഗ്ഫിറു ലഹു, ഞാൻ അവന് പുറത്തു കൊടുക്കാം എന്ന് ഓഫർ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള നേരമാണ് സുബഹിന്റെ മുമ്പ്. അതുകൊണ്ടാണ് ആ സമയത്ത് നമ്മൾ രാത്രി കഴിയുന്നത്ര നേരത്തെ ഉറങ്ങിയിട്ട് കഴിയുന്നത്ര നേരത്തെ എഴുന്നേൽക്കാൻ പറയുന്നത്. സുബഹിന്റെ മുമ്പ് ഒരു അല്പനേരം മുമ്പെങ്കിലും എഴുന്നേറ്റിട്ട് ഒടുത്ത് നിസ്കരിച്ച് അള്ളാഹിനോട് നമ്മളെ സങ്കടം പറയും. ആരും കാണുന്നില്ല, ആരും അറിയുന്നില്ല, നമ്മൾ വിഷമിച്ച് നമ്മുടെ സങ്കടം അള്ളാഹിനോടാൻ പറയും. അത് നിസ്കാരത്തിന്റെ പുറത്തും പറയാം, അകത്തും പറയാം. കാരണം അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മറ്റൊരവസരമാണ് അഖറബു മാ യകൂനുൽ അബ്ദു മിൻ റബ്ബിഹി വഹുവ സാജിദുൻ ഫഅക്സിറു ദുആ. ഒരടിമ റബ്ബിനോട് ഏറ്റവും കൂടുതൽ അടുക്കുന്ന സമയം അവൻ സുജൂദിൽ കിടക്കുന്ന നേരമാണ്. അതുകൊണ്ട് സുജൂദിൽ നിങ്ങൾ പ്രാർത്ഥന അധികരിപ്പിച്ചോളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹിനോട് ഏറ്റവും അടുക്കുന്ന സമയമാണത്. എന്ത്? സുജൂദിൽ. രാത്രി മാത്രമല്ല, ഏതവസരത്തിൽ സുജൂദിലാണ് ഏറ്റവും അള്ളാഹിനോട് അടുക്കുക. എന്താ അങ്ങനെ പറയാൻ കാരണം? പണ്ഡിതന്മാർ പറയുന്നുണ്ട്, എന്ത് തരാന്ന് പറഞ്ഞാലും നമ്മുടെ നെറ്റിത്തടം മണ്ണിൽ വെക്കാൻ നമ്മൾ സമ്മതിക്കൂല. ഒരാളുടെ മുമ്പിൽ അയാൾ എന്ത് തരാന്ന് പറഞ്ഞാലും നമ്മളെ സുജൂദ് ചെയ്യാൻ നമ്മൾ സമ്മതിക്കൂല. കാരണം അത്രയും വലിയൊരു പ്രധാനപ്പെട്ട വിനയത്തിന്റെ അങ്ങേയറ്റാണ്. ആ സുജൂദ് അള്ളാഹു ആവശ്യപ്പെട്ടവരത്ത് നമ്മൾ നിർവഹിക്കാണ്. അത് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ്, ഇബ്ലീസിന് ഏറ്റവും വെറുപ്പാണ്. അതുകൊണ്ടാണല്ലോ സുജൂദ് ചെയ്യാൻ പറയുമ്പോൾ അവൻ കേട്ടില്ലല്ലോ. തുടക്കം തന്നെ അങ്ങനെയല്ലേ, അവൻ കേട്ടില്ലല്ലോ. അതേ അവസരത്തിൽ അള്ളാഹു റബ്ബുൽ ആലമീൻ വളരെ കൃത്യമായി അവൻ ഏറ്റവും ഒരു അടിമയോട് അടുക്കുന്നത് ഏറ്റവും ഇഷ്ടപ്പെട്ട നേരാണ് നമ്മൾ സുജൂദ് കിടക്കുമ്പോൾ. അപ്പൊ നമ്മൾ സുജൂദിൽ പ്രാർത്ഥന അധികരിപ്പിക്കണം, സുജൂദിൽ ദുആ അധികരിപ്പിക്കണം. ചില ആളുകൾ കാണാം പ്രാർത്ഥിക്കാൻ വേണ്ടി സുജൂദി കിടക്കുന്നത്. അങ്ങനൊന്നും ഇല്ല കേട്ടോ. നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട വേറൊരു കാര്യമാണ്. ചില ആളുകളൊക്കെ നമ്മളിങ്ങനെ ശ്രദ്ധിച്ചാൽ കാണാം, നിസ്കാരമൊന്നുമില്ല, നിസ്കാരമൊക്കെ കഴിഞ്ഞു, പിന്നെ കാണാൻ ഇങ്ങനെ വെറുതെ സുജൂദ് കിടന്നിട്ട് അയാൾ നീറ്റ് പോകുന്നു. അയാൾ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് സുജൂദ് കിടന്നത്. എന്താ? സുജൂദിൽ അള്ളാഹിനോട് ഏറ്റവും അടുക്കണ നേരാണെന്ന് പറഞ്ഞിട്ട്. അത് തെറ്റിദ്ധാരണയാണ്. സുജൂദാകുന്നത് എപ്പോഴാണ്? അള്ളാന്റെ റസൂൽ നിർദ്ദേശിക്കുന്ന നിസ്കാരത്തിലൂടെയോ അതല്ലെങ്കിൽ അവിടുന്ന് കൽപ്പിച്ച സുജൂദായിട്ട് നിർവഹിക്കുമ്പോഴോ ആണ്. അല്ലാതെ നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സുജൂദിന്റെ കോലത്തിൽ കിടന്ന് പ്രാർത്ഥിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടില്ല. അതുകൊണ്ട് അതിനുവേണ്ടിയുള്ളൊരു സുജൂദില്ല.